ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. +2 പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയം നേടിയ ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും പരിസ്ഥിതി ദിനാചരണവും സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മാഷ എന്തൂസിയാസവും കാര്യങ്ങളാണ് നമ്മളെല്ലാം നയിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പ്രചോദനമേകുന്നതും മാഷ പ്രവൃത്തികളാണ്. മാഷ്ക്ക് വേറൊന്നുമില്ല ആലോചിക്കാൻ, കുട്ടികളെ പഠിപ്പിച്ച് ഏറ്റവും ടോപ്പിലെത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. അതൊരു അപൂർവ അപധാരമാണ്. കാര്യം നമ്മൾ പല അധ്യാപകരെയും കാണാറുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ള ഓരോരുത്തർക്കും ഓരോ സമീപനങ്ങളാണ്. ഒന്ന് ജീവിതോപാധിയാണ് അധ്യാപനം, രണ്ടാമതാണ് ബാക്കിയുള്ളതൊക്കെ വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി വേറൊന്നുണ്ട്. ഞങ്ങളുടെ ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒന്ന് ജീവിത ഉപാധി, ജീവിക്കാനുള്ള കാശുണ്ടാക്കണമെങ്കിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് അധ്യാപനമാകാം, ആതുര സേവനമാകാം. എന്നാൽ അതിലുപരി മറ്റൊന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യം. നമ്മൾ കുട്ടികളെ നിന്ന് പഠിക്കുന്നതാണ്. കുട്ടികൾ അവർക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവർ മുഖത്ത് നോക്കിയാൽ കാണുന്ന അവരൊരു സംതൃപ്തിയുണ്ട്, ഒരു കണ്ടൻമെൻ്റ് ഉണ്ട്. ആ കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് വളർന്നു വരുന്ന തലമുറയോടാണ്. കാരണം ഞാൻ അങ്ങനെ കുറേ യാത്രകൾ ചെയ്യുമ്പോൾ കണ്ടും കേട്ടും ഓരോന്നിങ്ങനെ അറിയാറുണ്ട്. ഈ യാത്രയിൽ പോയപ്പോൾ എല്ലാവരും നല്ല നിലയ്ക്ക് എടുക്കണ ഈ കാര്യങ്ങളൊക്കെ. മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ പറഞ്ഞു, പാർട്ടിക്ക് പോകാനായിട്ട് 3 ഫസ്റ്റ് ഇയർ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾ പോകണം. പറഞ്ഞു പോകാൻ പറ്റില്ല, 1 കിലോമീറ്റർ അകലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന്, കോഴിക്കോട് നടന്ന സംഭവമാണ്. അല്ല ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് പോകണം, എനിക്ക് പെർമിഷൻ തരാൻ പറ്റില്ല. അവർ 3 ആളും പോയി. ചുരുക്കി പറഞ്ഞാൽ 3 ആളും കൂടി മോട്ടോർ സൈക്കിളിൽ പോയി. രാത്രി 2 മണിക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റിൽ 3 ആളും മരിക്കുകയാണ്. ഇതാണ് സംഭവം. അനുസരണമില്ലായ്മ എന്തിനു വേണ്ടിയാണ്? ഇനിയും അദ്ദേഹം പറഞ്ഞു വേറൊരു വലിയൊരു കാര്യം, കുട്ടികൾ എൻട്രൻസ് കിട്ടി MBBSന് ചേരുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചാണ് ഈ പോണത്. ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർക്ക് പിന്നെ മോട്ടിവേഷൻ കഴിഞ്ഞു. പ്രിൻസിപ്പൽ VB സജിത് അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിലെ റിസൾട്ട് മെയ് 26 നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ച കേരളത്തിലെ ഒരു വിദ്യാലയമാണ് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ. 100,000 പേരെ കുട്ടികളെ പരാജയപ്പെട്ടിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഇവിടെ ഏകദേശം എയ്ഡഡിലും അൺഎയ്ഡഡിലുമായിട്ട് 320 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ആർക്കും ഒരു തകർച്ച ഉണ്ടായിട്ടില്ല, എല്ലാവരും വൻ വിജയം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. ഞാൻ ഒരുപാട് പ്രിൻസിപ്പൽമാരെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു മാഷാണ്. എല്ലാവരും ചോദിക്കുന്നത് മാഷ് ഇത് എങ്ങനെ നേടി, അല്ല ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ഷിബ് മാഷ്ക്കൊക്കെ അറിയാം, ഞങ്ങൾ ഈ ഭാഗത്തെ കടക്കാറില്ല. കാരണം അവർ ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം വളരെ ശരാശരിയിൽ താഴെയുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളും വൻ വിജയം 90% മേലെ വിജയം നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് വലിയ റോളൊന്നുമില്ല കേട്ടോ. ശ്രീജിഷ് മാഷ് പറഞ്ഞു മാഷ് എത്ര വർഷമായി വന്നു. ശ്രീജിഷ് മാഷ് ഇപ്പോൾ 27 വർഷമായി. കിരൺ മാഷ് ഏതാണ്ട് 30 വർഷമായി. ഞാൻ 36 വർഷമായി. പിന്നെയും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ ബാക്കിലിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, അടുത്ത വർഷം ഒരുപക്ഷെ ഞാൻ നിർത്തിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഹാട്രിക് വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്കതിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മ്യൂസിക് റിയാലിറ്റി ഷോ താരം ഗോവിന്ദ് വേലായുധ് മുഖ്യാതിഥിയായി. വിജയികൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് എല്ലാ വിജയാശംസകളും നേരുകയാണ്. അപ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിജയാശംസകൾ അഡ്വാൻസ് ആയിട്ട് നേരുകയാണ്. അപ്പോൾ എല്ലാവരും മാഷ് പറഞ്ഞ പോലെ നല്ല വിജയമൊക്കെ നേടുക. അപ്പോൾ എന്തായാലും നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് ഗസ്റ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമായ ഒരു കാര്യമാണ്. അപ്പോൾ ഭയങ്കര വേറെ ഫംഗ്ഷനിൽ പോകുന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ പഠിച്ച സ്ഥലത്ത് വളരെ ഒരു പ്രത്യേക ഫീലാണത്. ഞാനിവിടെ +1 +2 പഠിച്ചിട്ടില്ലെങ്കിലും ഇവിടെ ഹൈസ്കൂളിൽ ഞാൻ
ഇവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കിരൺ സാറ് പഠിപ്പിച്ചിട്ടുണ്ട്, സജിത് സാറ്, സജീവ മാഷ്, എല്ലാവരും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ ഇപ്പോൾ അവിടെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇപ്പം നിതീഷ് സാറ്, ഞങ്ങൾ ഒരു ബാച്ച്മേറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇല്ല, ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളൊരു ബാച്ചായിരുന്നു. അപ്പോൾ ഹയർ സെക്കൻഡറി എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പാൾ PK ശ്രീജിഷ്, പ്രധാനാധ്യാപകൻ KS കിരൺ, ഇംഗ്ലീഷ് മീഡിയം LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, PTA പ്രസിഡന്റ് MD സുരേഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, LP വിഭാഗം അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, അധ്യാപകരായ സീമ, ജീന, മറ്റു അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സംഗീത വിരുന്നും അരങ്ങേറി. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോനെക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ.